അദ്ദേഹം അന്ന് നേരിട്ട ആരോപണം എന്താണ്? RSS പക്ഷത്തിനൊപ്പം നിന്നു. ശിവഗിരിയിൽ അന്നത്തെ പ്രശ്നം എന്താണ്? 11 ഭരണസമിതിയിലേക്കുള്ള 11 പേരുടെ നമ്മൾ ആ കാണിച്ച കാർഡിൽ ഒരു തെറ്റുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് പറഞ്ഞു പോകണല്ലോ, SN ട്രസ്റ്റ് അല്ല, ശിവഗിരിയിലെ SN ട്രസ്റ്റ് എന്ന് അവിടെ എഴുതി കാണിച്ചത്. SN ട്രസ്റ്റ് വേറെയാണ്. അതായത് ശിവഗിരിയിലെ ഈ ധർമ്മസംഘത്തിലെ ഈ സന്യാസിമാരുടെ തെരഞ്ഞെടുപ്പിൽ 11 പേരിൽ 6 പേർ പ്രകാശാനന്ദ പക്ഷത്തു നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് അതെന്താണ്? പ്രകാശാനന്ദ നേതൃത്വത്തിലുള്ള കൈവല്യാനന്ദയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം സന്യാസിമാർ വരുന്നത് RSS പക്ഷം എന്ന നിലയ്ക്കാണ്. ഇപ്പുറത്തെ ഒരു സെക്യുലർ രാഷ്ട്രീയം പറയുന്ന, വേണമെങ്കിൽ കുറെ കൂടി പൊളിറ്റിക്കലായി ഇടപെടുന്ന ശാശ്വതികാനന്ദ അപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ശാശ്വതികാനന്ദയാണ് അന്ന് ജനറൽ സെക്രട്ടറി. അപ്പോൾ അതിനെതിരെയാണ് ഇപ്പുറത്ത് ഒരു മത്സരം ഉണ്ടാവുന്നത്. അപ്പോൾ അത് RSS പക്ഷമാണ്. ആ RSS പക്ഷത്തിനു വേണ്ടി AK ആന്റണി ഇടപെട്ടു എന്നുള്ളതാണ് അന്നത്തെ ആരോപണം. അതിനുശേഷം ഇപ്പോൾ വലിയ ആരോപണം, വലിയ ചർച്ചയും തർക്കവും ഒക്കെ ആയി ഇത് വലിയ വിവാദമായി വളർന്നു കഴിഞ്ഞപ്പോൾ എന്താ AK ആന്റണി അതിനെ പരിഹരിക്കാൻ അദ്ദേഹം ചെയ്തെന്താ? RSS സംഘടനകളുടെ പരിപാടികളിൽ പോയി പങ്കെടുക്കുക, ഇങ്ങനെയൊക്കെ അതിനെ അതാണ് ഇത് ഹിന്ദുക്കൾക്കിടയിലുണ്ടായ ഒരു പ്രശ്നമാണ് എന്ന് കണക്കാക്കിയിട്ട് അതിനെ പരിഹരിക്കാൻ വേണ്ടി പിന്നെ വീണ്ടും അദ്ദേഹം ചെയ്തത് RSSന്റെ വിവിധ സംഘടനകളുടെ പരിപാടികളിൽ പോയി പങ്കെടുക്കുക. ഇതാണ് ചരിത്രം. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കാനും ഇത് നാട്ടുകാരെ ഓർമ്മിപ്പിക്കാനും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യാനും ഇടയുണ്ടാക്കുകയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തോടെ AK ആന്റണി ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അന്ന് അതാണ് സംഭവിച്ചത്. അതിന്റെ തുടർച്ചയായി സംഭവിച്ചത് കേരള രാഷ്ട്രീയം തന്നെ മാറി പറഞ്ഞില്ലേ. അന്ന് രാത്രിയിൽ അവിടെ കടന്നു കയറി ഈ പറഞ്ഞ സന്യാസിമാരെ അടക്കം മർദ്ദിച്ച് ഒതുക്കിയത് 500 പേര് വരുന്ന പോലീസ് സേനയാണ്. 500 പേരുടെ പോലീസ് സേന ശിവഗിരിയിലേക്ക് കടന്നു കയറുകയാണ്. അന്ന് പല കൗതുകകരമായ രാഷ്ട്രീയ സംഗതികളും ഉണ്ട് കേട്ടോ. അന്ന് PDP അബ്ദുൽ നാസർ മദനിയുടെ നേതൃത്വത്തിലുള്ള PDP അന്ന് ശാശ്വതികാനന്ദയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ മതേതരമായ ഒരു ഇടം എന്നുള്ള നിലയ്ക്കാണല്ലോ അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നത്. അതൊരു ഹിന്ദു ആശ്രമം എന്ന നിലയ്ക്ക് പോലുമല്ല അന്ന് അത് പരിഗണിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ മതാതീത ആത്മീയത എന്നതായിരുന്നു അന്ന് മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആശയം. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഈ നിലയ്ക്കുള്ള ഒരു അതിക്രമം ഉണ്ടാവുന്നത്. പിന്നെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്? ശിവഗിരിയിൽ ഇതാ PDPക്കാർ കടന്നു കയറിയിരിക്കുന്നു. അന്ന് PDPയുടെ നേതൃത്വത്തിൽ ഈ SNDPക്കാരുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അത് വീണ്ടും ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഒന്ന് RSSന് അനുകൂലമായി നിലപാടെടുത്ത നേതാവാണ് AK ആന്റണി.